Welcome back to Bosco Campus Vision. This is the 28th lecture of Digital Marketing. Topic: Limitations of e-payment system. In the previous, we are discussing what are the benefits of e-payment system. The main benefits of e-payment systems are: first one, speed and convenience, then safety, accept online payments, cut cost, reduce late payments, environment friendly, increased sales. These are the benefits of e-payment system. ഇത് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ ലെക്ചേഴ്സിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്തായിരുന്നു. ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഇ-പേയ്മെൻറ്റ് സിസ്റ്റം. ഈവൻ ദോ many people make use of electronic payment facilities, it is not free from limitations. The main limitations of e-payment systems are lack of security, lack of applicability, high usage cost of merchants, lack of efficiency, technical problems, and the last one is commission fee. First one, lack of security, lack of applicability, high usage cost of merchants, lack of efficiency, technical problems, and the last one is commission fee. Lack of security. One of the most severe disadvantages of e-payment system is that the privacy and identity theft. It is important to carry transactions over a secure server. e-payment സിസ്റ്റത്തിൻ്റെ മെയിനായിട്ടൊരു ഡിസഡ്വാൻറ്റേജ് ആണ് എന്തെന്ന് പറയുന്നത് ലാക്ക് ഓഫ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. എപ്പോഴും കസ്റ്റമേഴ്സ് ഏറ്റവും സെക്യൂരിറ്റി ഉള്ള ഓപ്ഷൻസ് ആയിരിക്കും സെലക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ഈ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിക്കുന്നത് തന്നെ പണമിടപാടുകൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ സൈബർ ക്രൈംസ് നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം സെക്യൂരിറ്റി കുറഞ്ഞ നെറ്റ്വർക്കാണ് ഈ പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ഹാക്കേഴ്സിന് ഈസി ആയിട്ട് ക്രൈംസ് നടത്താനും അതുപോലെ തന്നെ ഹാക്ക് ചെയ്യാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ഹൈ സെക്യൂരിറ്റി ഉള്ള നെറ്റ്വർക്ക്സ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പം സെക്യൂരിറ്റി ഇല്ലാത്ത ഒരു സിസ്റ്റമാണെങ്കിൽ കസ്റ്റമേഴ്സ് ഒരിക്കലും ചൂസ് ചെയ്യത്തില്ല. അപ്പോൾ കസ്റ്റമേഴ്സ് സെക്യൂരിറ്റി ഉണ്ടോ എന്ന് എൻഷുർ ചെയ്ത ശേഷം മാത്രമേ ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് അത് ഫോളോ അപ്പ് ചെയ്യത്തുള്ളൂ. സെക്കൻഡ് വൺ, ലാക്ക് ഓഫ് ആപ്ലിക്കബിലിറ്റി. നോട്ട് ഓൾ വെബ്സൈറ്റ്സ് സപ്പോർട്ട് എ പർട്ടിക്കുലർ പേയ്മെൻറ്റ് മെത്തേഡ്, thus limiting customers' ability to pay. Credit card works only with merchants who have signed up to the services of corresponding credit card company and do not support direct business-to-business interpersonal payments. അതായത് എല്ലാ പേയ്മെൻറ്റ് മെത്തേഡ്സും എല്ലാ വെബ്സൈറ്റുകളും സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ചില ഓൺലൈൻ വെബ്സൈറ്റ്സൊക്കെ ചില കമ്പനീസിൻ്റെ കാർഡ് സ്വീകരിക്കാറുമില്ല. ഫോർ എക്സാമ്പിൾ ചില മാസ്റ്റർ കാർഡുകൾ, ഡെബിറ്റ് കാർഡ് അല്ലെ ക്രെഡിറ്റ് കാർഡ് പോലുള്ള അങ്ങനെയുള്ള ഒരുപാട് കാർഡുകളുണ്ട്. അത് ചില കമ്പനീസ് അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. സോ നമ്മൾ ഓൺലൈനായിട്ടാണ് കാർഡുകൾ വഴി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് അത് ബിസിനസ് ഫേമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല. അത് കസ്റ്റമേഴ്സിൻ്റെ ബാങ്കും മെർച്ചൻസിൻ്റെ ബാങ്കും തമ്മിൽ കുറേ ട്രാൻസാക്ഷൻ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞ ശേഷമേ ഒരു ഗേറ്റ് വേ പ്രൊസീജിയർ വഴി മാത്രമാണ് ബിസിനസ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. So, credit card works only with merchants who have signed up to the services of corresponding credit card company and do not support direct B2B interpersonal payments. Next one is high usage cost of merchants. Existing payment systems are rather expensive infrastructure to facilitate the payment process. നല്ല ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്തെങ്കിൽ മാത്രമേ കസ്റ്റമേഴ്സ് ആ പേയ്മെൻറ്റ് മെത്തേഡുകൾ എന്ത് ചെയ്യത്തുള്ളൂ, ഓപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ആ പേയ്മെൻറ്റ് മെത്തേഡുകൾ കസ്റ്റമേഴ്സ് ഫോളോ ചെയ്യത്തുള്ളൂ. അതാണ് എക്സിസ്റ്റിംഗ് പേയ്മെൻറ്റ് സിസ്റ്റംസ് യൂസ് റാദർ എക്സ്പെൻസീവ് ഇൻഫ്രാസ്ട്രക്ചർ ടു ഫെസിലിറ്റേറ്റ് ദ പേയ്മെൻറ്റ് പ്രോസസ്. നെക്സ്റ്റ് വൺ, ലാക്ക് ഓഫ് എഫിഷ്യൻസി. സം പേയ്മെൻറ്റ്സ് ഓവർ ദ ഇൻ്റർനെറ്റ് can be too small to be handled by existing payment methods because of overheads included in the processing of payments and transactions. Credit cards are too expensive for effecting small payments and are unsuited for small transactions. അതായത് ചെറിയ പേയ്മെൻറ്റ്സ് ആണ് നടത്തുന്നതെങ്കിൽ, അതായത് ചെറിയ എമൗണ്ടിൻ്റെ പേയ്മെൻറ്റ്സ് ആണ് നടത്തുന്നതെങ്കിൽ അത് മർച്ചൻസിന് ഒത്തിരി എന്ത് ചെയ്യുന്നു, ഒത്തിരി അവർക്ക് അതിൻ്റെ ആ
പെർസെൻറ്റേജിൽ ഒത്തിരി നഷ്ടം സംഭവിക്കുന്നുണ്ട്. അതാണ് പറഞ്ഞേക്കുന്നത്. കസ്റ്റമേഴ്സ് ക്രെഡിറ്റ് കാർഡ് വഴിയാണ് പേയ്മെൻറ്റ്സ് നടത്തുന്നതെങ്കിൽ അത് സെല്ലർക്കോ അല്ലെങ്കിൽ മർച്ചൻറ്റിനോ ഒരു ബാങ്ക് ഉണ്ടാകും. സോ ഒരു കമ്മീഷൻ എടുത്തതിന് ശേഷമാണ് മെർച്ചൻസിന് ഈ എക്സാക്റ്റ് അതിൻ്റെ ആ ക്യാഷ് കിട്ടത്തുള്ളൂ. അതൊരു മിക്കവാറും 2% കമ്മീഷനായിരിക്കും ബാങ്കുകൾ എന്ത് ചെയ്യുന്നത് എടുക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് ക്രെഡിറ്റ് കാർഡ്സ് ആർ ടു എക്സ്പെൻസീവ് ഫോർ എഫക്റ്റിംഗ് സ്മോൾ പേയ്മെൻറ്റ്സ് ആൻഡ് ആർ അൺസ്യൂട്ടഡ് ഫോർ സ്മോൾ ട്രാൻസാക്ഷൻസ്. Next one is technical problems. There are a number of technical issues that could prevent your e-payment from being successful. Internet and server problems such as poor signal connection can disable online payment methods. In addition to this, some banks block international transactions for security reasons. അതായത് ഈ ഓൺലൈൻ പേയ്മെൻറ്റുകൾ നടത്തുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പൂവർ കണക്ഷൻ, അതായത് ഇൻ്റർനെറ്റിൻ്റെ അക്സസിബിലിറ്റി വളരെ കുറവാണെങ്കിൽ ഈ ട്രാൻസാക്ഷൻസ് നടത്തുന്ന ആ ഒരു ടൈമെന്ന് പറയുന്നത് ഭയങ്കര ലാഗിങ് ആയിരിക്കും. അപ്പോൾ കൺവീനിയൻ്റായൊരു ട്രാൻസാക്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് നമ്പർ ഓഫ് ടെക്നിക്കൽ ഇഷ്യൂസ് ദാറ്റ് കുഡ് പ്രിവെൻറ്റ് യുവർ ഇ പേയ്മെൻറ്റ് ഫ്രം ബീങ് സക്സസ്ഫുൾ. അതായത് നമ്മുടെ ഒരു പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആവണമെങ്കിൽ ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസ് കഴിഞ്ഞ ശേഷം മാത്രമേ അത് സക്സസ്ഫുൾ ആവത്തുള്ളൂ. Internet and server problems such as poor signal connection can disable online payment method. അതായത് എന്താണ് നമ്മുടെ സിഗ്നൽ കിട്ടുന്നത് ഇൻ്റർനെറ്റിൻ്റെ ആയാലും സെർവർ പ്രോബ്ലം എന്തെങ്കിലും ആണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആവത്തില്ല ഒരിക്കലും. സോ സം ബാങ്ക്സ് ബ്ലോക്ക് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഫോർ സെക്യൂരിറ്റി റീസൺസ്. ദിസ് ടെക്നിക്കൽ പ്രോബ്ലം ഇസ് എ മേജർ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇ പേയ്മെൻറ്റ് സിസ്റ്റം. Next one is commission fee. The most frequently mentioned drawback of using e-payment is the associated commission charge. Several merchants mention that they pass the commission fee on to their clients or increase the price of their products to absorb the commission. അതായത് നമ്മൾ പേയ്മെൻറ്റ് ഓൺലൈൻ വഴി നടത്തുമ്പോൾ തന്നെ എല്ലാ ട്രാൻസാക്ഷനും മെർച്ചൻറ്റിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരു കമ്മീഷൻ ഈ ബാങ്കുകാർ ഈടാക്കുന്നുണ്ട്. അത് ഈ മെർച്ചൻസിന് അഫോർഡബിൾ ആവുന്നില്ല. അതുകൊണ്ടാണ് several merchants mentioned that they pass the commission fee on to their clients and increase the price of their product to absorb the commission. ഈ കമ്മീഷൻ നികത്താൻ വേണ്ടിയിട്ട് പ്രോഡക്റ്റിന് മെർച്ചൻറ്റുകൾ എന്ത് ചെയ്യുന്നു, പ്രൈസ് കൂട്ടിയിടുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മെർച്ചൻസിൻ്റെ കയ്യിൽ നിന്ന് കമ്മീഷൻ ബാങ്കുകാർ എടുക്കുന്നതിന് പകരമായിട്ട് അവരുടെ കയ്യിലുള്ള പ്രോഡക്ട്സിന് അവരെന്ത് ചെയ്യുന്നു, അതായത് നോർമൽ എമൗണ്ടിൽ നിന്ന് ഇച്ചിരി ഒരു തുക എന്ത് ചെയ്യുന്നു, കൂട്ടിയിടുന്നു. എങ്കിൽ മാത്രമേ എക്സാക്റ്റ് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ആർക്ക് എത്തുന്നുള്ളൂ, മെർച്ചൻസിന് എത്തുന്നുള്ളൂ. ദീസ് ആർ ദ മെയിൻ ലിമിറ്റേഷൻസ് ഓർ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇ പേയ്മെൻറ്റ് സിസ്റ്റം. ഫസ്റ്റ് വൺ ഈസ് ലാക്ക് ഓഫ് സെക്യൂരിറ്റി, ദെൻ ലാക്ക് ഓഫ് ആപ്ലിക്കബിലിറ്റി, ഹൈ യൂസേജ് കോസ്റ്റ് ഓഫ് മെർച്ചൻസ്, lack of efficiency, technical problems, and the last one is commission fee. So today's question is, what are the limitations of e-payment system? In the previous lecture we are discussing what are the benefits of e-payment system. In this lecture we are discussing what are the limitations of e-payment system. അതായത് ഇ പേയ്മെൻറ്റ് സിസ്റ്റം എന്നുള്ള എസ്സേ ചോദിക്കാൻ ഉള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പം ഇ പേയ്മെൻറ്റ് സിസ്റ്റം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ബെനിഫിറ്റ്സും അതുപോലെ തന്നെ ലിമിറ്റേഷൻസും മെൻഷൻ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്.